ചാലക്കുടി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് കലാഭവൻ മണിയാണ്. പിന്നെ അല്ല, കലാഭവൻ മണി മാത്രമല്ല, നമ്മൾ ചാലക്കുടിയിലെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഇന്നസെന്റ് എന്ന് പറയുന്ന ആളിനെയും കൂടി ചേർത്ത് നമുക്ക് ആലോചിക്കണം. എന്തായാലും രണ്ടുപേരും ഇപ്പോ നമ്മോടൊപ്പം ഇല്ല. അങ്ങനെ ഒരു ഇന്നസെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചാലക്കുടിയുടെ പാർലമെന്റ് അംഗമായി. അദ്ദേഹം 2014 ജയിക്കുമ്പോൾ മണി അതിന്റെ പ്രചരണത്തിനും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതാനും. ഈ കലാഭവൻ മണി രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിയിട്ടുണ്ട് ചെറിയ തോതിലൊക്കെ നാട്ടിലൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ചാലക്കുടി ഈ പറഞ്ഞതുപോലെ ഒരുപാട് തരത്തിലെ ഒരു 50-50 സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടെ ഇല്ലേ ഈ ചാലക്കുടി. 2009 ഇന്നത്തെ രൂപത്തിൽ, അതായത് ചാലക്കുടി എന്ന പേരിൽ മണ്ഡലം രൂപം കൊള്ളുന്നത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുന്നു. 2014 തെരഞ്ഞെടുപ്പിലാണ് ഇന്നസെന്റ് അവിടെ വിജയക്കൊടി പാറിക്കുന്നത്. അതിലിപ്പോൾ ഇന്നസെന്റിന്റെ സ്വീകാര്യത എന്നുള്ളത് പോലെ ഉണ്ടായ ഒരു ഘടകം കോൺഗ്രസ് വലിയൊരു വെച്ചുമാറ്റം 2014 നടത്തി. തൃശ്ശൂരിന്റെ MP ആയിരുന്ന PC ചാക്കോ ചാലക്കുടിയിലേക്ക് വന്നു. ചാലക്കുടിയുടെ MP ആയിരുന്ന KP ധനപാലൻ തൃശ്ശൂരിലേക്ക് പോയി. അന്ന് ചാക്കോയ്ക്ക് ദേശീയ നേതൃത്വത്തിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. ശരിക്കും കോൺഗ്രസ് 2 സീറ്റ് അങ്ങനെ തുലച്ചു കളഞ്ഞതാണ് ആ 2014 തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ LDF ജയിച്ചു, CN ജയദേവൻ ജയിച്ചു, ചാലക്കുടിയിൽ ഇന്നസെന്റും ജയിച്ചു. അതിനുശേഷം പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 അത് UDF തിരിച്ചു പിടിച്ചു. ഇന്നസെന്റ് തന്നെയാണ് മത്സരിച്ചത്. പക്ഷേ വളരെ വലിയ ആധികാരികമായ വിജയത്തോടു കൂടി ബെന്നി ബെഹന്നാൻ UDFന് വേണ്ടി തിരിച്ചു പിടിച്ചത്. നമ്മൾ ഈ പണ്ട് പഴയ മുകുന്ദപുരത്തിന്റെ കുറേ ഭാഗങ്ങൾ ഈ ചാലക്കുടിയിലുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുകുന്ദപുരം ശരിക്കും ഒരു UDF കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു. പക്ഷേ ആ മുകുന്ദപുരത്ത് 1 ലക്ഷം വോട്ടിന് UDF തോറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ എറണാകുളത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ UDFിൽ കോൺഗ്രസിൽ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടായിരുന്ന കാലത്ത് K കരുണാകരന്റെ മകൾ പത്മജ അവിടെ ലോനപ്പൻ നമ്പാറിനോട് മുകുന്ദപുരത്ത് 2004 തോറ്റത് ഞാൻ ഓർക്കുന്നുണ്ട്. വലിയ ക്ഷീണമായിരുന്നു കോൺഗ്രസിനത്. അതിനുശേഷമാണ് പിന്നെ ഡീലിമിറ്റേഷൻ ഒക്കെ നടന്ന് മുകുന്ദപുരം ഇല്ലാതെയായി. ചാലക്കുടി ചായ കുടിക്കാം. അഭിലാഷ, തൃശ്ശൂര് BJP പറഞ്ഞ പോലെ ഒരു കളിയൊക്കെ കളിക്കുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു അലയൊലികൾ ചാലക്കുടിയിലേക്കും ഒക്കെ വരാൻ സാധ്യതയില്ലേ? അപ്പോൾ BJPയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാൻഡിഡേറ്റിന് അത്ര ശക്തനായ ഒരാളെ ഇറക്കേണ്ട ഒരു ആവശ്യം അവർക്ക് നിലനിൽക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം. അല്ല, എന്താ വെച്ചാലേ ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിൽ നിന്നുള്ള നിയമസഭാ മണ്ഡലങ്ങളും ചേർന്ന ഒരു മണ്ഡലമാണ് ചാലക്കുടി. എറണാകുളത്ത് അങ്കമാലി, ആലുവ അടക്കമുള്ള പ്രബലമായ UDF കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ BJPക്ക് തൃശ്ശൂർ പോലെ അതുപോലെ അങ്ങ് വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന മണ്ഡലമല്ല. അവർ B ഗോപാലകൃഷ്ണനെ ചാലക്കുടി മത്സരിപ്പിച്ചിട്ടുണ്ട്, AN രാധാകൃഷ്ണനെ മത്സരിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള അതുപോലെ ഒരു ഫിഗർ ആയിരിക്കും ഇത്തവണയും മത്സരിക്കാൻ വരിക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു 1.5 ലക്ഷം വോട്ട്, ഇപ്പോൾ ANR ആണെങ്കിൽ പോലും ഒരു 1.5 ലക്ഷം വോട്ടിനപ്പുറത്തേക്ക് BJP ചാലക്കുടിയിൽ പോകാൻ സാധ്യതയില്ല. ഇടതുപക്ഷത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പൊ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഇടതുപക്ഷം ഇതൊരു തീർച്ചയായിട്ടും ഇതൊരു പരമ്പരാഗത UDF മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാവുന്ന മണ്ഡലമാണ് ചാലക്കുടി. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ഒന്ന് പയറ്റി നോക്കാൻ കഴിയുന്ന മണ്ഡലമാണെന്ന് ഇന്നസെന്റ് തെളിയിച്ചിട്ടുണ്ട്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും എതിർപക്ഷത്തെ സാഹചര്യവും അതിന് കാരണമാണെങ്കിൽ പോലും ജയിക്കാവുന്ന മണ്ഡലമാണ് ചാലക്കുടി എന്ന് ഇന്നസെന്റ് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ അവര് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് C രവീന്ദ്രനാഥിനെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അന്തിമ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂവെങ്കിലും രവീന്ദ്രനാഥ് മാഷ് തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല മത്സരം. ഇപ്പൊ രവീന്ദ്രനാഥ് മാഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അധ്യാപക സംഘടനാ നേതൃത്വത്തിൽ നിന്ന് പുതുക്കാട് MLA ആയിട്ട് അദ്ദേഹം നന്നായി പെർഫോം ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം 1ാം പിണറായി സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായത്. 1ാം പിണറായി സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായി. അതിനുശേഷം പാർട്ടിയിലെ ടേം വ്യവസ്ഥ അനുസരിച്ച് ഇത്തവണ മത്സരിച്ചില്ല. അതേസമയം പാർലമെന്റിലേക്ക് അദ്ദേഹം അടുത്ത അംഗത്തിന് തയ്യാറെടുക്കുന്നു. ആ നിലയ്ക്കുള്ള ആ മേഖലയിലുള്ള ജനകീയത, അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലായാലും അദ്ദേഹം ഈ നിയമസഭാ അംഗമായിരുന്ന പുതുക്കാടായിരുന്നു അദ്ദേഹം MLA ആയിരുന്നത്. എന്തായാലും ഇപ്പോൾ ചാലക്കുടിയിലേക്ക് ഒരു അംഗത്തിന് പരീക്ഷിക്കാൻ വേണ്ടി വളരെ സൗമ്യനായ മുഖമാണ് ബെന്നി ബെഹന്നാനും. നമുക്ക് ഏതാണ്ട് ബെന്നി ബെഹന്നാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ച ആളാണ്. രണ്ടുപേരും സൗമ്യനാണ്. അതുകൊണ്ട് പോരാട്ടവും സൗമ്യമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ വീറിനും വാശിക്കൊന്നും ഒരു കുറവുണ്ടാവില്ല. എന്തായാലും രാഷ്ട്രീയ പോരാട്ടത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല. 2 കൂട്ടരും തുല്യമായി തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഒരു നല്ല വടംവലി, അതായത് നല്ല ഫൈറ്റ് നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയം കൂടി അന്തിമ രൂപമാകുമ്പോൾ എന്തായാലും ബെന്നി ബെഹന്നാൻ തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥി. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മറുവശത്ത് C രവീന്ദ്രനാഥ് കൂടി വരുമ്പോൾ എന്തായാലും ഒരു നല്ല മത്സരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. BJPയിൽ നിന്ന് AN രാധാകൃഷ്ണനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് AN രാധാകൃഷ്ണനെയാണ്. അങ്ങനെയാണെങ്കിൽ 3 പ്രധാനപ്പെട്ട നേതാക്കളുടെ പോരാട്ടം. അപ്പോഴും ഞാൻ UDF എന്താ പറയാ, UDFനൊരു എഡ്ജുള്ള മണ്ഡലം ആയിട്ടാണ് ഞാൻ ചാലക്കുടിയെ കാണുന്നത്.